റോയ്ജ, ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഞെട്ടിച്ച് 3 വിമതരാണ് മത്സരിച്ച് വിജയിച്ചത്. ഇവരൊരു ഏകീകൃത സ്വഭാവത്തിൽ ഒരു സംഘടനാ രൂപത്തിൽ വന്നാൽ അത് CPM-ന് വലിയ വെല്ലുവിളിയാവില്ലേ? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം നിലവിൽ CPM ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള 3 വിജയങ്ങളാണ് സംസ്ഥാനത്ത്. കാരണം CPM അവരുടെ സംഘടനാ ശക്തിയുടെ ധാർഷ്ട്യത്തിലാണ് ഈ സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് 50,000 വോട്ട് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുന്നവരെ ഞങ്ങൾ ഗൗനിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അത് വളരെ നിസ്സാരമായി കാണുകയും ഒക്കെ ചെയ്ത ഒരു അവസ്ഥയിലാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ CPM-നെ ഞെട്ടിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ കണ്ണൂർ എന്ന് പറയുന്ന കോട്ടയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ജയിച്ചത്. 2 പേരും 2 വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി ഇന്ന് പുറത്താക്കപ്പെട്ടത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ എന്തിനാണ് പുറത്തായത്? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു 1 കോടി രൂപ അവിടുത്തെ MLA ആയിരുന്ന TI മധുസൂദൻ, അദ്ദേഹം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ഈ ഫണ്ട് പിരിവ് നടത്തി. ആ ഫണ്ടിനകത്തുനിന്ന് പൈസ അടിച്ചു മാറ്റി എന്നുള്ളതായിരുന്നു അയാൾ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. തെളിവെടുക്കം അയക്കും. അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി, അണികൾ നേതാക്കളെ തിരുത്തണമെന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി. കാരണം ഈ വസ്തുതകൾ വെച്ചുകൊണ്ടുള്ള പുസ്തകമാണ്. അതിനകത്ത് ഈ രേഖകളെല്ലാം തന്നെ അദ്ദേഹം റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് ഫേസ്ബുക്കിലും അത് ഇടുകയും ചെയ്തു. അപ്പം അതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനെ പാർട്ടി ഗൗരവത്തിലെടുത്തില്ല. M സ്വരാജ് കുഞ്ഞികൃഷ്ണനെ കള്ളനെന്ന് വരെ വിളിച്ചു. അപ്പം അങ്ങനെ ഇത് നിസ്സാരവൽക്കരിക്കുകയും പാർട്ടിയുടെ സ്ഥിരം പരിപാടി പിന്നെ KK രാഗേഷ് പറഞ്ഞ എന്താണ്, പൊതുജനത്തോട് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ പൈസ വാങ്ങിച്ചതിൻ്റെ കണക്ക് ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം. അങ്ങനെ ധാർഷ്ട്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ. കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞു, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇതേപോലുള്ള ഈ ക്രിമിനൽ വൽക്കരണം, ഇതേപോലുള്ള സ്വജനപക്ഷപാത, സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരായിട്ട് ജനങ്ങളോട് സംവേദിക്കുക എന്ന് പറഞ്ഞ് മാത്രമാണ്. ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം തെരുവുകൾ തോറും നടക്കുമായിരുന്നു. ഒരു പണത്തിന്റെ ധാരാളിത്തമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇത് കാണിക്കാത്ത രീതിയിലാണ് നടന്നത്. ആ സമയത്താണ് UDF അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹം ഒരു MLA ആയി മാറുകയും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ തളിപ്പറമ്പിൽ നടന്ന എന്താണ്? തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ സ്ഥാനം ഒഴിയുന്ന, തളിപ്പറമ്പിലെ MLA ആയിരുന്നു, അദ്ദേഹം ഒഴിയുന്ന ഇടത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി. അതിനെതിരെയാണ് TK ഗോവിന്ദൻ പരസ്യമായി തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തു വന്നത്. കാരണം TK ഗോവിന്ദൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേരള സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത്? ഇതിനെ എതിരായിട്ട് പലരും സംസാരിച്ചു. പക്ഷേ പാർട്ടി ആ സ്ഥാനാർത്ഥിയെ അവിടെ അടിച്ചേൽപ്പിച്ചു. അതിൽ പ്രതിഷേധിച്ചാണ് TK ഗോവിന്ദൻ പുറത്തു വരികയും അയാൾ കോൺഗ്രസിന്റെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുകയും ചെയ്ത് അവിടെ അദ്ദേഹവും ജയിച്ചു. പിന്നെന്താണ്, ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ക്രിമിനൽ വൽക്കരണത്തിനെതിരായിട്ടാണ് G സുധാകരൻ, ഏതാണ്ട് 63 വർഷമായിട്ട് പാർട്ടിയുടെ അംഗമായി തുടരുന്ന G സുധാകരൻ ഈ വർഷം പാർട്ടി അംഗത്വം പുതുക്കേണ്ടി വന്ന സമയത്ത് അദ്ദേഹം പുതുക്കിയില്ല. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അനഭിലഷണീയമായ കാര്യങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചു. പാർട്ടിയിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു, പാർട്ടിയിൽ ക്രിമിനലുകൾ പാർട്ടിയെ കൈയടക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള വിശദമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോരുന്നത്. പാർട്ടി അംഗത്വം പുതുക്കാതിരിക്കുകയും സാഹചര്യത്തിലാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. ആ സമയത്താണ് കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെ സീറ്റായിരുന്നു, കോൺഗ്രസ് അവിടെ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നു. UDF ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. 25,000-ഓളം വരുന്ന വോട്ടിന് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പം ഇവരെല്ലാം ഇനി വേറൊരാളായിരുന്നു PK ശശി UDF-ന്റെ പിന്തുണയോട് മത്സരിച്ചെങ്കിലും തോറ്റുപോയി. അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് കോഴിക്കോട് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സമാന ചിന്താഗതിയുള്ള വിമതരായിട്ടുള്ള ആൾക്കാരെ ഒരു CPM-ന് ബദലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ, ഇടതുപക്ഷ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പം അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപം കൈവരിക്കുമോ അതോ RMP ഉണ്ട്, തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അവരും CPM-നകത്തു നിന്ന് വിട്ടുപോയ ആൾക്കാർ ചേർന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി അതുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുമോ അതോ RMP-യിലേക്ക് ഇവർ ചേരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളാണ്. ഈ RMP എന്ന് പറയുന്ന വടകര മാത്രം ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് നമുക്ക് കരുതാം. ഈ 3 വിമതർ അല്ലെങ്കിൽ 4 വിമതർ സംസ്ഥാനത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അസംതൃപ്തരുണ്ട്, അതുപോലെ പാർട്ടിയോട് കടുത്ത വിയോജിപ്പുള്ളവരുണ്ട്. അങ്ങനെ കുറെ അണികൾ ഇവർക്കൊപ്പം
ഒഴുകി പോകാനുള്ള സാധ്യതയില്ല. അല്ല, അതിലേക്ക് ഇതിനൊരു പാർട്ടി രൂപത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് 4 പേർക്ക് യോജിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പോലും ഇതിന് തീരുമാനമായിട്ടില്ല. അവർ അതിനെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ്. പിന്നെ അതിനകത്ത് ഇവർക്കെല്ലാം ഒരു പിന്നെ ഒരു ഇവരുടെ ഒരു അയോഗ്യത പോലെ അല്ലെങ്കിൽ പ്രതിബന്ധമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ. ഒന്ന്, ഈ 4 പേരും ഈ 3 പേരും ഏതാണ്ട് 70-75 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള നേതാക്കളാണ്. അപ്പം അവരെ സംബന്ധിച്ചുള്ള കേരളം മുഴുവൻ ഓടി നടന്നൊരു പാർട്ടി രൂപീകരിച്ച് ഈ അസംതൃപ്തരെയും പുറത്താക്കപ്പെട്ടവരെയൊക്കെ കണ്ടുപിടിച്ച് ഒരു പാർട്ടി രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങൾ അവർക്കും ഉണ്ട്, പുറത്ത് നിൽക്കുന്നവർക്കും തോന്നുന്നുണ്ട്. അപ്പം അതൊരു വശത്ത് നിൽക്കുന്നു. പിന്നെ നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് CPM പോലൊരു പാർട്ടിയോടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അപ്പോൾ അതിനുള്ള സംഘടനാ ശേഷി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരുപാട് പണം വേണ്ടി വരും. ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് അതിന് ഒരു സംഘടനാ രൂപം കൈവരാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ ഒരു തുനിയുമോ, അതോ വെറും ഒരു സംഘടിത രൂപത്തിൽ നിൽക്കാനാണോ, അതോ ഒരു എന്താ പറയുക തുല്യ അല്ലെങ്കിൽ ഏകീകൃത സ്വഭാവമുള്ള ഐക്യമുള്ളവരുടെ ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഐക്യമുള്ളവരുടെ ഒരു കൂട്ടായ്മ മാത്രമാണോ എന്നൊന്നും അതിനൊരു രൂപം വന്നിട്ടില്ല. അപ്പം അത് നടക്കുന്നുണ്ട്. അപ്പം CPM-നകത്ത് ഇന്ന് ജി സുധാകരൻ മാധ്യമത്തിലൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് CPM-ന്റെ സംഘടനാ രൂപം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു, CPM-ന്റെ ആശയങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്, ഇനി ഒരു തിരിച്ചുവരവിന് പോലും സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പാർട്ടിക്കകത്ത് സ്വാർത്ഥ താല്പര്യക്കാർ പാർട്ടിയെ വേറെ പല ഘടകങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു കടുത്ത വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ CPM-നകത്ത് തന്നെ ചർച്ചകൾ തുടങ്ങുകയാണെന്നാണ് പറയുന്നത്. ആർക്കും ഭയമില്ലാതെ സംസാരിക്കുക. ഇതുവരെ ഭയപ്പെടുത്തി കൂടെ നിന്നേരം ദുരന്തമാണ് അനുഭവിച്ചു എന്ന് അവർക്ക് ഒരു തിരിച്ചറിവുണ്ടായി. അപ്പം ഈ ഒരുപാട് സാഹചര്യങ്ങൾ നിൽക്കുകയാണ്. അപ്പം അതിന് ശേഷമേ അവർക്ക് ഇനി ഒരു സംഘടനാ രൂപത്തിലേക്ക് വരികയോ CPM-നെ വെല്ലുവിളിക്കാനുള്ള ശേഷിയുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ. ഇതൊരു ഒരു ദിവസം കൊണ്ട് തീരാൻ പോകുന്ന സംഭവങ്ങളല്ലല്ലോ. വിശാലമായ സ്ഥിതിയിൽ CPM ഇപ്പം മുറിവേറ്റ് നിൽക്കുകയും കീഴടങ്ങി നിൽക്കുകയുമാണ്. അപ്പോൾ അവരോട് ഏത് തരത്തിലായിരിക്കാം ഇനിയും ഇവർക്ക് പെരുമാറേണ്ടി വരുന്നത്? CPM-ന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഇവർക്കെതിരായിട്ട് പലതരത്തിലുള്ള ആക്രമണങ്ങളും പലതരത്തിലുള്ള അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അത് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും. കാരണം നമ്മുടെ മുമ്പിൽ TPയുടെ അനുഭവം തന്നെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ആ പഴയ കാലത്തേക്ക് പോകാൻ CPM-ന് ഇപ്പോഴും ചില കാര്യങ്ങളിൽ ഭയമുണ്ട്. സോഷ്യൽ മീഡിയയിലെ തെറിവിളി പോലെ അല്ലല്ലോ കായികമായി നേരിടുക എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് അവർ 3 പേരും ഇപ്പൊ MLA-മാരായി മാറിക്കഴിഞ്ഞു. അവർക്ക് നേരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുക എന്ന് പറയുന്നത് പഴയ CPM അല്ല ഇപ്പം. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ തവിടുപൊടിയായിരിക്കുന്ന സ്ഥിതിയിൽ ഇനിയും തല്ലും കൊലയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പൊങ്ങി വരുന്നത് CPM ബദലായിട്ട് BJP വളർന്നു വരികയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ. CPM-ന്റെ വോട്ടുകളാണ് BJP-യിലേക്ക് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സാഹചര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പം ഇനിയും എന്താണ് ഇനി വരാനിരിക്കുന്നു എന്നുള്ളത് ഈ നേതാക്കന്മാർ ഇനി ഏത് തരത്തിലേക്ക് ഒരു സംഘടനയാണ് രൂപീകരിക്കുന്നത് എന്നുള്ളത് കേരളം കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി.